ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ജീവിതത്തിലെ ഏത് അത്യാവശ്യ സമയങ്ങളിലും ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാൻ കഴിയുന്ന നല്ല സ്നേഹിതനാണ് നമ്മുടെ കർത്താവ്. ആർക്കും നമ്മെ സഹായിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലും ദൈവത്തിന് നമ്മെ സഹായിക്കാൻ കഴിയുമെന്നുള്ളത് ആരോടും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല, പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പലർക്കും ഇത് ജീവിതത്തിൽ അനുഭവമാണെന്നുള്ളതിന് തർക്കമില്ലല്ലോ. എന്നാൽ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിയിട്ട് ഉടൻ ഒരു മറുപടി ലഭിക്കുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കും. എന്നാൽ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അതിൻ്റെ മറുപടി ലഭിക്കാറില്ല ചിലപ്പോഴൊക്കെയെങ്കിലും. കഴിഞ്ഞ ദിവസം ഞാൻ ഓർമ്മിപ്പിച്ചുവല്ലോ, പ്രാർത്ഥനയുടെ മറുപടി താമസിച്ചാലുള്ള ഗുണമെന്താണെന്ന്. ഇന്നലത്തേതിൻ്റെ ബാക്കിയെന്നോണമുള്ള തുടർചിന്തകൾക്കായി ഇന്നലെ വായിച്ച വാക്യം ഒരിക്കൽ കൂടി വായിക്കട്ടെ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 8-ാം വാക്യം. അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുപ്പാൻ കഴിയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതിൻ്റെ പശ്ചാത്തലവും ഈ വാക്കുകളുടെ സാഹചര്യങ്ങളുമൊക്കെ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചുവല്ലോ. ഒരിക്കൽ കൂടി ഇന്നലെ കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ചുരുക്കമായി പറയുന്നു. അതായത്, ഒരു സ്നേഹിതൻ തൻ്റെ വീട്ടിൽ അതിഥിയായി എത്തിയ ആളിന് ഒന്നും കൊടുക്കുവാൻ, ആതിഥ്യ മര്യാദ അനുസരിച്ച് ഭക്ഷണം പോലും കൊടുക്കുവാൻ തൻ്റെ കരങ്ങളില്ലാതെ വന്നപ്പോൾ തനിക്ക് മറ്റൊരു സ്നേഹിതനുണ്ട്. ആ സ്നേഹിതൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്നിട്ട് തൻ്റെ വീട്ടിൽ ഒരാൾ വന്നെന്നും അവർക്ക് ആഹാരം ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. അധികമൊന്നും വേണ്ട, 3 അപ്പം വായ്പ തരണം എന്നുള്ള നിലയിലാണ് പറയുന്നത്. വാസ്തവത്തിൽ ദൈവസന്നിധിയിൽ നിന്നുള്ള മറുപടി എന്നോണമാണ് ഈ ഉപമ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് ആരും വായ്പ തിരിഞ്ഞു കൊടുക്കണ്ട. ദൈവത്തിന് ആരുടെയും തിരിച്ചു കൊടുക്കുന്ന തുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നുമോ ആവശ്യമില്ല. തിരിച്ചു കിട്ടും എന്ന് വെച്ചല്ല കർത്താവ് ഒന്നും തന്നെ നമുക്ക് ചെയ്യുന്നത്. ഒരു കാര്യം, തൻ്റെ അടുക്കൽ വന്ന സ്നേഹിതനെ ആകെ ഒന്ന് പരിശോധിച്ചിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് അവന് 3 അപ്പം മതി എന്ന ചിന്തയാണ് ഇവിടെ താൻ അവതരിപ്പിക്കുന്നത്. നോക്കൂ, മനുഷ്യർ അങ്ങനെയാണ്. നമുക്കിത്രയും മതി, നമുക്കിവിടെ വരെ മതി എന്നൊക്കെയുള്ള ചിന്ത പലർക്കുമുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർത്തോണേ, നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ അവസ്ഥകളും നല്ലോണം അറിയുന്നത് നമ്മുടെ കർത്താവിന് മാത്രമാണ്. ചില ആളുകൾ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ, അവർക്കെന്തിനാ ഇത്ര വലിയ വീട്, അവർക്കെന്തിനാ ഇത്ര വലിയ വണ്ടി, അവർക്കെന്തിനാ ഇത്രയധികം പണം, അങ്ങനെ പല കാര്യങ്ങൾ ചോദിക്കത്തില്ലേ, ഇത്രയധികം വസ്തുവകകൾ എന്തിനാ എന്നൊക്കെ ചോദിക്കാറില്ലേ. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഇതൊക്കെ കൂടുതലായിരിക്കാം. എന്നാൽ ദൈവമാണ് തീരുമാനിക്കേണ്ടത് ഒരാൾക്ക് എന്തൊക്കെ ഉണ്ടാവണമെന്നുള്ളത്. ഇവിടെ നോക്കൂ, ഈ മനുഷ്യൻ നിന്ന് മുട്ടുകയാണ്, വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. സ്നേഹിതൻ്റെ അടുക്കൽ വന്നു, ആവശ്യം ഇന്നതാണെന്ന് തുടരെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അകത്തു നിന്ന് ലഭിക്കുന്ന മറുപടി നിരാശാജനകമാണ്. എങ്കിലും താൻ പോകാൻ കൂട്ടാക്കുന്നില്ല. കാരണം അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് കൊടുക്കയില്ല. അതെ, സ്നേഹിതൻ, ദൈവവുമായി നമ്മുടെ ബന്ധം ആഴമായി ദൃഢമായി പതിഞ്ഞിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് ദൈവത്തിന് ബോധ്യമായാൽ നമ്മൾ യാതൊരു കാരണവശാലും മറുപടി താമസിച്ചാലും പിന്മാറി പോകത്തില്ലെന്ന് ദൈവത്തിന് ബോധ്യമായാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സമയത്തേക്കാൾ അല്പം കാര്യങ്ങൾ നീണ്ടുപോയെന്നിരിക്കും. അഥവാ നീണ്ടുപോയെങ്കിലും ഭാരപ്പെടേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഈ മനുഷ്യൻ 3 അപ്പമാണ് ചോദിച്ചത്. എന്നാൽ അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് കൊടുക്കയില്ലെങ്കിലും ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം വേണ്ടുന്നിടത്തോളം കൊടുത്തു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതേ പ്രിയരെ, താമസിക്കും തോറും നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നൽകാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്നുള്ളത് ഇന്ന് നിങ്ങളോട് ദൈവാത്മാവിൽ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട. ഇത് സ്നേഹിതനും തമ്മിലുള്ള ബന്ധം പോലെ തീർച്ചയായിട്ടും ദൈവവുമായുള്ള ബന്ധം ഉറച്ചതാണെങ്കിൽ, ദൃഢതയുള്ളതാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല. ദൈവം അത്ഭുതം ചെയ്യും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ അത്യാവശ്യ വേളകളിൽ ഓടി വന്ന് അഭയം പ്രാപിപ്പാൻ അങ്ങയുടെ പാദപിടം ഉള്ളതിനായിട്ട് സ്തോത്രം. ആ വലിയ പ്രതീക്ഷ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ.